പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് എങ്ങനെ ഒരു വണ്ടിയുടെ ഓഡോമീറ്റർ, അതായത് ഓഡോമീറ്ററിൽ കാണിക്കുന്ന റീഡിങ്, വണ്ടി എത്ര കിലോമീറ്റർ ഓടി എന്ന് കാണിക്കുന്ന റീഡിങ് നമ്മൾക്ക് ഓഡോമീറ്റർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾക്ക് എങ്ങനെ റീസെറ്റ് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾക്ക് സ്പീഡോമീറ്റർ ഓപ്പൺ ചെയ്യാതെ തന്നെ ഓഡോമീറ്ററിൻ്റെ റീഡിങ് നമ്മൾക്ക് എങ്ങനെ റീസെറ്റ് ചെയ്യാമെന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാവരും കാണുക. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഞാനിവിടെ ഒരു മീറ്റർ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മൊത്തമായിട്ടാണ് ഞാൻ റിമൂവ് ചെയ്തത്. എനിക്ക് വേറെ കുറച്ച് പണികൾ കൂടിയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ വണ്ടിയിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ നമ്മുടെ മീറ്ററിലേക്ക് വരുന്ന കേബിളെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മീറ്റർ മാത്രമായിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു ഫോട്ടോ എടുത്ത് വെക്കുക. അതിനുശേഷം നമ്മൾക്ക് അസംബ്ലി ചെയ്യുമ്പോഴേക്കും ആ ഫോട്ടോ നോക്കി റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ കേബിളൊക്കെ റിമൂവ് ചെയ്ത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നിറച്ച് ഡസ്റ്റൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ക്ലീൻ ചെയ്ത് സ്ക്രൂ ഒക്കെ അഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ഒരു അനലോഗ് മീറ്ററിൻ്റെ ഉള്ളിൽ സെറ്റപ്പ്. അപ്പം ഇതിൻ്റെ ഫ്യൂൽ ഗേജിൻ്റെ ഒരു മീറ്റർ ഉണ്ട് ഇവിടെ. അതേപോലെ തന്നെ ഓഡോമീറ്ററിൻ്റെ റീഡിങ് കാണിക്കുന്ന ഒരു മെക്കാനിക്കലായിട്ടുള്ള വീൽസാണ് അവിടെ കാണുന്നത്. അതിൽ 0 മുതൽ 9 വരെയുള്ള കൗണ്ട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കപ്പ് പോലെ അലുമിനിയത്തിൻ്റെ ഇത് കാണാം. അതാണ് അതിൻ്റെ സ്പീഡ് കാണിക്കുന്നത്. അപ്പം സ്പീഡൊക്കെ പ്രോപ്പറായിട്ട് കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഉള്ളിൽ നല്ല രീതിയിൽ ലൂബ്രിക്കേറ്റൊക്കെ ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾക്കിത് റീസെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഏതെങ്കിലും ഷാർപ്പായിട്ടുള്ള ഒരു സ്ക്രൂ ഡ്രൈവർ എടുക്കുക. വീതി കുറഞ്ഞത്, അധികം വീതിയുള്ള എടുക്കണ്ട. അത് ഈ കാണുന്ന പോലെ ഈ ഡിജിറ്റിൻ്റെ ആദ്യത്തെ ഡിജിറ്റിൻ്റെ സൈഡിൽ ഇൻസേർട്ട് ചെയ്യുക, ഈ കാണുന്ന രീതിയിൽ. അതിനുശേഷം നമ്മൾ ആ വീലിനെ മാത്രം റൊട്ടേറ്റ് ചെയ്യുക. ഏത് സൈഡിലോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണോ നിങ്ങൾക്ക് 0 വരുന്നത് ആ സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്താൽ മതി. ഇത് മുമ്പോട്ടും പുറകോട്ടും റൊട്ടേറ്റ് ആകും. നമ്മൾ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഞാനിതിപ്പോൾ എന്തായാലും ഇത് 0 കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഡിജിറ്റ് 0 ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ഡിജിറ്റ് ചെയ്യണം. അതിനു വേണ്ടി അതിൻ്റെ തൊട്ട് സൈഡിൽ സ്ക്രൂ ഡ്രൈവർ ഇൻസേർട്ട് ചെയ്യുക. ഇത് ഓരോ ഡിജിറ്റിൻ്റെയും 9ാമത്തെ ലെറ്ററിൻ്റെ അടുത്തായിരിക്കും. അതിൻ്റെ ഉള്ളിലായിട്ടൊരു നോച്ച് കൊടുത്തിട്ടുണ്ട്. അത് തട്ടുമ്പോഴാണ് അതിൻ്റെ തൊട്ടടുത്തുള്ള വീൽസ് റൊട്ടേറ്റ് ആകുന്നത്. അതായത് ഓരോ വീൽസും 9 വരുമ്പം അതൊരു തട്ട് കിട്ടും. അതിൻ്റെ തൊട്ടടുത്തത് അതേപോലെ 1, 2 നെക്സ്റ്റ് കൗണ്ടിലേക്ക് പോകും. ഇപ്പം ഇത് മൊത്തം 0 നിങ്ങൾക്ക് 0 വേണമെങ്കിൽ 0 വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പകുതി റീസെറ്റ് ചെയ്യണം. ആ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇനി അവസാനത്തെ ഡിജിറ്റും കൂടി ഞാൻ 0 കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ പുറകിലുള്ള ഞാൻ പറഞ്ഞല്ലോ അലുമിനിയത്തിൻ്റെ കപ്പുണ്ട്, ആ കപ്പ് റൊട്ടേറ്റ് ചെയ്താൽ മതി. പിന്നെ അഴിക്കുമ്പം ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല രീതിയിൽ ഡസ്റ്റൊക്കെ റിമൂവ് ചെയ്ത് എല്ലാം ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴിത് മൊത്തത്തിൽ റീസെറ്റ് ആയിട്ടുണ്ട്. ഇനി കേബിൾസ് എല്ലാം പഴയ രീതിയിൽ ഞാൻ കണക്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോഴിത് വളരെ സിമ്പിളാണ്. ഇത് ആർക്ക് വേണമെങ്കിലും ഇത് ഓപ്പൺ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോഴൊരു കാര്യം ഞാൻ പ്രത്യേകിച്ച് ഓർക്കുക, ഇങ്ങനെ റീസെറ്റ് ചെയ്ത് നിങ്ങൾ വേറൊരാൾക്ക് പണി കൊടുക്കാതെ ഇരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ എനേബിൾ കൂടി ചെയ്ത് വെച്ചേക്കുക.